الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മതസ്ഥരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചനാഥനായ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ നാഥൻ്റെ പക്കൽ നിന്നുള്ള സർവ ഐശ്വര്യവും നമ്മിൽ ഓരോരുത്തരുടെ മേലും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മാന്യരെ, നാം എല്ലാവരും മരണപ്പെട്ടു പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ മറ്റൊരു നിമിഷം, ഈ സ്ഥലത്തല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്. ഏത് രീതിയിലെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാനോ മുൻകൂട്ടി പ്രവചിക്കാനോ കഴിയില്ല. കാരണം മരണം നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ ബാറിനേക്കാൾ നമ്മോട് മുട്ടി നിൽക്കുന്നതാണ്, ചേർന്ന് നിൽക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. അത്രത്തോളം ഗൗരവമുള്ള, അത്രത്തോളം നമ്മളോട് അടുത്തിരിക്കുന്ന മരണം എപ്പോഴാണ് ആസന്നമാകുക എന്ന് എനിക്കോ നിങ്ങൾക്കോ ഈ ലോകത്തിലുള്ള യാതൊരു ജീവികൾക്കും യാതൊരാൾക്കും അറിയാൻ കഴിയാത്ത പരമരഹസ്യമായ സത്യം മാത്രമാണത്. ആയതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം അടിവരയിട്ട് നമ്മൾ ഉപദേശിക്കുക. വഅൻഫിഖൂ, നിങ്ങൾ ചിലവ് ചെയ്യണം. മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും, ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല ഓരോരോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ധാരാളം സമ്പത്തുക്കൾ തന്നിട്ടുണ്ട്, ധാരാളം ജോലികൾ തന്നിട്ടുണ്ട്. വ്യവസായങ്ങൾ നടത്തുന്നവരുണ്ട്, ജോലിക്ക് പോയി അന്നന്നത്തെ വേതനം കൈപ്പറ്റുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ വരുമാന മാർഗങ്ങളുണ്ട്. ചിലതായിരിക്കാം, ചിലപ്പോൾ അത് വലുതായിരിക്കാം, ചിലപ്പോൾ 100 1000 10,000 ലക്ഷങ്ങളാകാം, കോടികളാകാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ നാഥൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ നൽകിയതെന്താണോ അതിൽ നിന്ന് നിങ്ങൾ ചിലവ് ചെയ്യണം. മരിച്ചു കഴിയുമ്പോൾ പലിശയ്ക്ക് കടം വാങ്ങി 3 16 ആണ്ടും നടത്തി കൊള്ളാനല്ല പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മരിക്കുന്നതിന് മുമ്പായി നമുക്ക് നൽകിയതിൽ നിന്ന് നാം ചെലവ് ചെയ്യണം. മരിച്ച ശേഷം പലിശയ്ക്ക് പണം വാങ്ങിയും അവിടെ ഇവിടെയും കടം വാങ്ങിയും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയും തൻ്റെ ഉറ്റമിത്രങ്ങൾ, മരണപ്പെട്ടു പോയ ഉറ്റമിത്രങ്ങൾക്കു വേണ്ടി നാം ചിലവ് ചെയ്യുന്നത്, ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നത് കൊണ്ട് എന്തു നേട്ടമാണുള്ളത്? അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ വെള്ളം കോരി കൊടുക്കാൻ കഴിയാത്ത നാം, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത നാം, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കൊടുക്കാൻ കഴിയാത്ത നാം, അവർക്കൊരു ഉടുതുണി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത നാം, മരണത്തിനു ശേഷം അവർക്ക് വേണ്ടി നെയ്ച്ചോറും ബിരിയാണിയും ഉണ്ടാക്കി ചുറ്റുവട്ടത്തുള്ളവരെയും മറ്റുള്ളവരെയും വിളിച്ചു കൂട്ടി കാതിക്കും മൊയ്ലിയാർക്കും പണം കൊടുത്തുകൊണ്ട് എന്തും നേട്ടമാണ് സഹോദരന്മാരെ നമുക്ക് കിട്ടാൻ പോകുന്നത്? വിശുദ്ധ ഖുർആൻ ഇതെല്ലാം മനസ്സിലാക്കിയ പടച്ച തമ്പുരാൻ പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന്
നിങ്ങൾ ചിലവഴിക്കണം എന്നതാണ്. അങ്ങനെ ചിലവഴിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറുകയുള്ളൂ. പടച്ച തമ്പുരാൻ്റെ തൃപ്തിയിൽ അവൻ ആയിത്തീരുകയുള്ളൂ. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് നാം ചിലവഴിക്കണം. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദക്കുമുൽ മൗത്ത്. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലവഴിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉത്ബോധനം ചെയ്തു തരികയാണ്. പക്ഷേ നാം ഇന്നത് മനസ്സിലാക്കുന്നില്ല. നേരെ മറിച്ച് എന്നിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദക്കുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. മരണമാസന്നമാകുന്ന സമയത്ത് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, ആ മനുഷ്യൻ പറയുകയാണ്, റബ്ബി, നാഥാ, എൻ്റെ രക്ഷിതാവേ, ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ നാഥാ, ലൗലാ അഖർതനീ, എന്നെ നീ പിന്തിച്ച് വെക്കുകയാണ് എങ്കിൽ, എന്നെ ഒരല്പസമയത്തേക്ക്, കുറച്ചു നാളുകളിലേക്ക്, കുറച്ച് മാസത്തേക്ക്, അല്ലെ കുറേ കൊല്ലത്തേക്ക് എൻ്റെ ജീവൻ എനിക്ക് മടക്കിത്തരികയാണ് എങ്കിൽ, എൻ്റെ മരണം ഒന്ന് മാറ്റി വെച്ച് തരികയാണെങ്കിൽ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ ധർമ്മം ചെയ്യാം, ഞാൻ ധർമ്മിഷ്ഠനാകാം. എനിക്ക് കിട്ടിയിട്ടുള്ള ലക്ഷങ്ങളിൽ നിന്നും ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളും കോടികളിൽ നിന്നും ഞാൻ കൈവിട്ട് ധർമ്മം ചെയ്യാം. ഒരാളും അറിയാതെ ഞാൻ ധർമ്മം ചെയ്യാം. പലർക്കും വാരിക്കോരി ഞാൻ കൊടുക്കാം. ഇതെപ്പോഴാണ് പറയുന്നത്? തൻ്റെ പണം കൊണ്ട് ഇനി ഈ ലോകത്ത് ഒന്നും ചെയ്യാനില്ല എന്നും, താൻ മരിച്ചാൽ അടുത്ത നിമിഷം മുതൽ എൻ്റെ പണത്തിൻ്റെ അധികാരവും അവകാശവും മറ്റുള്ളവർക്ക് ആണ് എന്ന് ഉറപ്പാകുന്നതായ സമയത്തല്ലേ അയാൾ പറയുന്നത്? എന്ത് പറയുന്നത്? എന്നെ ഒന്ന് പിന്തിച്ച് വെക്ക്, ഞാൻ ധർമ്മം ചെയ്യാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽപ്പെട്ടവനാകുകയും ചെയ്യാം. നല്ല മര്യാദക്ക് ദുർനടപ്പെല്ലാം മാറ്റി നല്ല നടപ്പുകാരനായി ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിനോട് അവൻ വാഗ്ദത്തം ചെയ്യുകയാണ്. പക്ഷേ ഈ അള്ളാഹുവിനോടുള്ള വാഗ്ദത്തം കൊണ്ട് എന്ത് പ്രയോജനമാണ് സഹോദരങ്ങളെ ആ മനുഷ്യന് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് അല്ലാഹു തആല നല്ല നിലക്ക് നമുക്ക് നൽകിയ ചെലവഴിക്കാനുള്ള കഴിവും മനസ്സിനൊരു സംതൃപ്തിയും മനസ്സിനൊരു ചെയ്യാനുള്ള ഒരു ആവേശവും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ഇതെന്ത് ചെയ്യുന്നറിയാടാ?